സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. എന്താ എന്താ മുത്തശ്ശിയുടെ മോൾക്ക് പറ്റിയേ? ആര്? കുറെ നേരായി മോളുടെ ശബ്ദം കേൾക്കുന്നു. മോളെ അനു, എന്താ പറ്റിയേ? എന്താന്ന് വെച്ചാ പറയേ. മമ്മി, ഞാനൊരു സ്വപ്നം കണ്ടു. നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞത് ആ മുറിയിൽ പോയി കിടന്നോളാൻ. ഈ നശിച്ച തള്ളയുടെ കൂടെ കിടന്നാലേ നിനക്ക് ഉറക്കം വരുള്ളൂ. അപസർപ്പക കഥകൾ പറഞ്ഞ് നിങ്ങൾ എന്റെ കുഞ്ഞിനെ ഭ്രാന്തിയാക്കും. മോളെ, കുട്ടികളെ പേടിപ്പിക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയിരിക്കുക. ബാ ബാ ഇവിടെ. എന്റെ കുട്ടിയോട് വേണ്ടാത്ത ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. എന്നിട്ടും എന്താ മുത്തശ്ശി ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുന്നേ? മുത്തശ്ശനോടാണോ? അല്ല. പിന്നെ കുന്തോ? എന്നാ പിന്നെ പാത്രങ്ങളോടാവും. അല്ല, എന്നോട് തന്നെ. അതിന് പ്രാന്തെന്നല്ലേ പറയാ? അങ്ങനെ തന്നെ വിചാരിച്ചോളൂ. അതന്നെ ഞാനും പറഞ്ഞത്. ആ ഭ്രാന്ത് എന്റെ കുട്ടിക്ക് കൈമാറണ്ടാന്ന്. മമ്മി എന്തിനാ മുത്തശ്ശിയോട് വെറുതെ തർക്കിക്കുന്നേ? അതെ, ഞാനൊന്നും പറയണില്ല. വെറുതെ കുട്ടിക്ക് വേണ്ടാത്തൊന്നും പറഞ്ഞു കൊടുക്കണ്ട. ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി പറഞ്ഞു കൊടുക്കാൻ എല്ലാവർക്കും പറ്റും. ഒരു മുത്തശ്ശി വന്നിരിക്കുന്നു. വേഗം കഴിച്ചു പോവാൻ നോക്ക്. അയ്യേ, മുത്തശ്ശിയുടെ കണ്ണിൽ എന്താ കരട് പോയോ? കണ്ണിന്ന് വെള്ളം വരുന്നു. നീ വേണ്ടാത്തൊന്നും പറയണ്ട. ഇത് കഴിച്ചിട്ട് പോവാൻ നോക്ക്. മുത്തശ്ശി, മമ്മി പറഞ്ഞത് ശരിയല്ല. മുത്തശ്ശിയുടെ കഥ കേട്ടിട്ടൊന്നല്ല ഞാൻ കെട്ടിയുണർന്നത്. പിന്നെ മുത്തശ്ശി, എനിക്ക് ഭയങ്കര പേടിയാവുന്നു. ആരൊക്കെയോ എന്നെ പിന്തുടരുന്നു. ഇല്ല മോളെ, നമ്മള് നല്ലവരായ നമ്മളെ ആരും പിന്തുടരുകയും ശല്യം ചെയ്യൂല്ല. അതല്ല മുത്തശ്ശി. മുത്തശ്ശിയുടെ മോള് ഒന്നും ആലോചിക്കാതെ വേഗം ചെല്ല്. എടിയ വണ്ടിക്കാരെ കണ്ടോ? ഇവിടെ എന്തൊക്കെ നടക്കുന്നുണ്ട്. അത് സ്കൂളിലേക്ക് വരുന്ന ആരെങ്കിലും ആയിരിക്കും. ഏയ്, ഇതൊന്നുമല്ല, മറ്റെന്തോ ചുറ്റിക്കളിയാ. അനു, നീ വന്നേ. നീ വാ, നമുക്കൊന്ന് പോയി നോക്കാം. നീ നോക്കിക്കോ, ഞങ്ങൾ പോവാ. വാടി. അനു, അങ്ങോട്ട് നോക്ക്. മിൻഹ, എന്ത് പറ്റി മിൻഹ? ടീച്ചറെ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലോ? അച്ഛനോട് വിവരം പറഞ്ഞിട്ടുണ്ട്. അവര് വന്ന ശേഷം കൊണ്ടുപോയാൽ പോരെ? പോരാ, ഇപ്പൊ തന്നെ കൊണ്ടുപോകണം. ചോര നിക്കണില്ല. മോള് പിടിക്കേ, ഞാൻ അച്ഛനോട് വിവരം പറഞ്ഞിട്ട് വരാം. മാഷേ. എന്താനു? മാഷേ, ആ കാറൊന്ന് എടുക്കുവോ? എന്തിനാനു? ഒന്ന് ഹോസ്പിറ്റലിൽ വരെ പോണം. എന്തുണ്ടായത്? മിൻഹ വീണ തല പൊട്ടി. എന്നിട്ട് അവളെവിടെ? അവളിതാ അവിടെയുണ്ട്. എവിടെ? അവിടെയാണോ? അനു, അങ്ങോട്ട് പോയിക്കോ, ഞാൻ വണ്ടി എടുത്തോണ്ട് വരാം. എന്താ? എന്തു പറ്റി മോളെ? ആ കുട്ടി വീണതാ. ടീച്ചർ അച്ഛനെ വിളിക്കാൻ പോയിട്ടുണ്ട്. മാറ് മാറ് മാറ്. വാ.
വേണു, സിന്ധു പ്ലീസ് ഞാനിതൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഇതാണ് വേണുവിന് ഞാൻ പറയുന്ന ഒന്നും കേൾക്കാൻ തീരെ താല്പര്യമില്ല. താല്പര്യമില്ലാഞ്ഞിട്ടല്ല, നാളെ കൊടുക്കേണ്ട പ്രോജക്റ്റാണിത്. അത് കഴിഞ്ഞ് കേട്ടപ്പോരെ. പോരാ, എന്തായാലും വേഗം ഒന്ന് പറഞ്ഞു തൊലയ്ക്കും. എന്റെ ജീവിതം ഏതായാലും തൊലഞ്ഞു. ഇനി എന്റെ മോളുടെ ജീവിതം കൂടെ തൊലയ്ക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതൊരു മോൾക്ക് എന്താ പറ്റിയേ? ഇന്ന് പുലർച്ചെ അവൾ ഉറക്കത്തുനിന്ന് ഞെട്ടി ഉണർന്ന് കരഞ്ഞില്ലേ? കുട്ടികളാവുമ്പോ കുറച്ചൊക്കെ ഉറക്കത്തിൽ കരയും, അത് സ്വാഭാവിക. എന്നാലേ ഇത് സ്വാഭാവിക അല്ല. പിന്നെ പിന്നെ വേണുവിന്റെ അമ്മയാണ് ഇതിനൊക്കെ കാരണക്കാരി. എന്റെ അമ്മയോ? എന്റെ അമ്മ ഇന്ന് അവൾക്ക് നല്ലതല്ലേ ചെയ്തിട്ടുള്ളൂ. വേണുവിന്റെ അമ്മ പറഞ്ഞു കൊടുത്ത നല്ല ഓർമ്മകളിലാണ് അവൾ ഇന്ന് അലറി കരഞ്ഞത്. സിന്ധു നീ കിടക്കാൻ നോക്ക്, അതെ ഞാനത് ചെയ്തു തീർക്കട്ടെ. വേണു, ഞാൻ പറയുന്ന ആദ്യം ചെയ്യാൻ നോക്ക്. നീ എന്തൊക്കെ പറഞ്ഞാലും നിന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് എന്റെ മോളെ രക്ഷിച്ചേ മതിയാവൂ. നിന്റെ അമ്മയെ വല്ലയിടത്തും കൊണ്ടാക്ക്. ഒന്ന് നിന്നേ, ഇവരൊക്കെ ആരാ? ഇവിടെ എന്താ ചെയ്യണേ? അതൊക്കെ വേറെ ഗെയിമാ മോളെ, നീ ക്ലാസ്സിലേക്ക് പോവാൻ നോക്ക്. പോകാൻ മനസ്സില്ല. കാര്യം വലിയ സീനാവും, നീ പോവാൻ നോക്ക്. അതെ, ഈ പരിപാടി ഇവിടെ നടക്കില്ല. ഏത് പരിപാടി? വേഗം ഇവിടുന്ന് പോയിക്കോ, അല്ലെങ്കിൽ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും. ഓ ഞങ്ങൾക്ക് പേടിയാവും. പേടക്കാതെ പോവാൻ വണ്ടി എടുക്കടാ. അനു, വല്ലതും പറ്റിയോ? അനു എണീക്ക്. എണീക്ക്. എന്തെങ്കിലും പറ്റിയോ? ഇല്ല. അനു, മോളുടെ ബോൾഡ്നെസ് മാഷിന് വളരെ ഇഷ്ടമായി. പക്ഷേ വീണ്ടും വിചാരമില്ലാതെ ഇങ്ങനെ എല്ലാത്തിലും ഇടപെട്ട് വല്ലതും സംഭവിച്ചാലോ? അതൊന്നും സാരമില്ല മാഷേ. എന്തോരം കുട്ടികളുടെ ലൈഫാ ഇവര് കാരണം ഇല്ലാതാവുന്നേ. ഞാനൊന്ന് വീണാലെന്താ? അവര് പോയില്ലേ? അനു, സമൂഹത്തിലെ ഇത്തരം പ്രവണതകൾക്കെതിരെ പ്രതികരിക്കുമ്പോൾ നാം ആർജിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. സ്വയരക്ഷയ്ക്കായി നാം ചില മുൻകരുതലുകൾ എടുക്കണം. മാഷേ, അവരിനിയും വരുമോ? അവരിനി പരിസരത്ത് വരില്ല. അവരെ നമുക്ക് നിയമത്തിന്റെ വഴിയിൽ തളച്ചിടാം. അത് മാത്രം പോരെ മാഷേ, കുട്ടികൾക്കിടയിൽ ഇതിനെതിരെ ഒരു ബോധവൽക്കരണം നടത്തണം. അങ്ങനെ ചെയ്താലോ മാഷേ? എല്ലാം നമുക്ക് ശരിയാക്കാം. അനുവാ. അനുമോളെ, മനസ്സിന് ധൈര്യമുണ്ടാകാനും ആരോഗ്യപരമായ കാര്യത്തിനും കായികാഭ്യാസങ്ങൾ പഠിക്കുന്നത് വളരെ നല്ലതാണ്. നമുക്ക് അതിനൊന്ന് ശ്രമിച്ചാലോ? ഞാൻ അച്ഛനുമായിട്ടൊന്ന് സംസാരിക്കണം. മുത്തശ്ശി, ഞെട്ടിപ്പോയല്ലോ. ആഹാ, എല്ലാവരും ഉണ്ടല്ലോ. വാ, ഇവിടെ ഇരിക്കാം.
അതെ, മുത്തശ്ശി നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണെന്നാവോ അനുവിന്റെ മുത്തശ്ശി ഉണ്ടാക്കിയിട്ടുണ്ടാവുക? എന്തായാലും അനുവിന്റെ മുത്തശ്ശി ഉണ്ടാക്കണതല്ലേ, നല്ല ടേസ്റ്റ് ആയിരിക്കും. കൊതിച്ചി. ഇത് മുത്തശ്ശി ഉണ്ടാക്കിയതാ. പിന്നെ ആരാ അവിടെ ഉണ്ടാക്കുക? എന്താ മോള് കരയണ? എനിക്കിതുപോലെ ഒരു മുത്തശ്ശി ഇല്ലല്ലോ. അതിനെന്താ, ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും മുത്തശ്ശിയല്ലേ. ദാ, മുത്തശ്ശി. ഇത് തന്നെയല്ലേ നിങ്ങൾ 10-17 വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അമ്മ എഴുന്നേറ്റോളൂ, കുഴപ്പമൊന്നുമില്ലെന്നേ. മിസ്റ്റർ വേണു, അമ്മയ്ക്കിപ്പം പറയത്തക്ക ബുദ്ധിമുട്ടുകളൊന്നുമില്ല. വേണു, എന്താണ് എന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്? അമ്മ ഒന്ന് പുറത്തിരിക്കും, എനിക്ക് ഡോക്ടറുടെ ഒരു കാര്യം പറയാനുണ്ട്. ഡോക്ടർ, പറയൂ. ഞാനും ഭാര്യയും ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അമ്മ വീട്ടിൽ തനിച്ചാണ്. അതിനെന്താ, വേണുവും ഭാര്യയും വൈകിട്ട് തിരിച്ചെത്തില്ലേ? അതല്ല ഡോക്ടർ, ജോലി തിരക്കിനിടയിൽ അമ്മയെ വേണ്ട വിധം കെയർ ചെയ്യാൻ പറ്റുന്നില്ല. അവിടെ ആകുമ്പോൾ സമയാസമയങ്ങളിൽ അമ്മയുടെ കാര്യങ്ങൾ നോക്കാൻ ആളുകളുണ്ട്. വേണു പറഞ്ഞു വരുന്നത്? അതെ ഡോക്ടർ, അമ്മയെ ഞങ്ങളൊരു ഗസ്റ്റ് ഹോമിലാക്കാൻ തീരുമാനിച്ചു. മോനെ, അമ്മ ഫോൺ എടുക്കാൻ മറന്നു. വേണുവിന് അതാണ് ഉചിതമെന്ന് തോന്നുന്നെങ്കിൽ ഞാനെന്ത് പറയാനാ? ഓക്കെ, എന്നാ ശരി. ഓക്കെ ഓക്കെ, ശരി. ടീച്ചറേ, പാല്. ആ, മാവ് നല്ല പൂത്തിട്ടുണ്ടല്ലോ. കണ്ണിമാങ്ങയൊക്കെ ഉണ്ടില്ലേ? ദാ, വരദ, ആ. നാളെ വരുമ്പളേ ഒരു പാക്കറ്റ് കടല മുട്ടായി ഓ. കൊണ്ടുവരണം. അത് കടല വലുത് വേണോ ചെറുത് വേണോ? ചെറുത് മതി. ആയിക്കോട്ടെ. എന്നാ അടുത്ത ദിവസം ഞാൻ അമ്മയെ ഇവിടെ എത്തിക്കാം. ഷുവർ മിസ്റ്റർ വേണു. മിസ്റ്റർ വേണു, നിങ്ങളുടെ അമ്മയ്ക്ക് ഇവിടെ യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇവിടെ എല്ലാവരും ഒരു കുടുംബം പോലെയാണ് കഴിയുന്നത്. എന്നാ ശരി. പിന്നെ വേണു, ഞാൻ പറഞ്ഞ പണം ഉടനെ തന്നെ എൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ. എന്നാ ശരി. നീ ഞങ്ങളെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ച് പേടിപ്പിക്കാമെന്ന് കരുതിയടി. നിന്നെ ഞാൻ ശരിയാക്കി തരാം. ടീച്ചറേ, പാല് പാല്. ആ, വരദ, മിഠായി വാങ്ങിച്ചിട്ടില്ലേ? ആ, ഉണ്ട്. ആ, അത് പിന്നെ ഞാൻ കൊണ്ടുവരാതിരിക്കുവോ? ഇതാ. ആ, ഇത് തന്നെയല്ലേ ടീച്ചർ പറഞ്ഞത്? അതെ. ആ, ശരി. വരദ, ആ, ഹൈ, പാലിന്റെ പൈസ തന്നല്ലേ ടീച്ചറെ? എൻ്റെ ഒരു സന്തോഷത്തിന് അതിരിക്കട്ടെ.
പ്രത്യേകത. സാധാരണ പെൻഷൻ കിട്ടിക്കഴിഞ്ഞിട്ടല്ലേ എനിക്ക് കടലമിഠായി വാങ്ങിത്തരാറ്. ആ അതൊക്കെ ഉണ്ട്. ഇനി അടുത്ത പെൻഷൻ കിട്ടിയിട്ട് മോൾക്ക് വാങ്ങിത്തരാൻ പറ്റിയില്ലെങ്കിലോ? അപ്പൊ മുത്തശ്ശി എവിടെ പോവാനാ? ഏയ് എവിടെയും പോയിട്ടൊന്നുമല്ല. എന്റെ മോളിത് കഴിക്ക്. ഞാൻ പിന്നെ കഴിച്ചോളാം. അത് പറ്റില്ല, മുത്തശ്ശി ഇപ്പൊ തരാം. ഇന്ന് എന്താ മുത്തശ്ശിക്ക് പറ്റിയേ? ഏയ് ഒന്നുമില്ല. മുത്തശ്ശിയുടെ മോളല്ലേ. ആ മുത്തശ്ശിയുടെ മോൾക്ക് മുത്തശ്ശി തരാട്ടോ. ആ ദാ. ഇത് മുത്തശ്ശിക്ക് മോളുടെ വക. എന്റെ ചക്കര മുത്തശ്ശി. ഉമ്മാ. എന്നാ ശരി, നാളെ കാണാം. ശരി ശരി. അനു, നാളെ മുത്തശ്ശി ഉണ്ടാക്കിയ അച്ചാറ് കൊണ്ടുവരാൻ മറക്കരുതേ. അനു, എന്താ പറ്റിയ നിനക്ക്? കുറച്ച് ദിവസമായി ഞാൻ നിന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട്. നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. എന്താണെങ്കിലും മാഷോട് പറഞ്ഞോളൂ കേട്ടോ. നോക്കൂ, ഈ ഭൂമിയിൽ പരിഹാരമില്ലാത്ത യാതൊരു പ്രശ്നവുമില്ല. അത് മാഷേ, ഞാൻ എന്താണെങ്കിലും പറയൂ അനു. എന്റെ വീട്ടിലെ അച്ഛനും അമ്മയും എപ്പോഴും വഴക്കാ. ഓ അതെയോ? മോള് വിഷമിക്കണ്ട, നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാം. മാഷേ, എനിക്ക് ആകെ ഉണ്ടായിരുന്ന കൂട്ടന്റെ മുത്തശ്ശിയാ. അയ്യേ, അനുവിനെ പോലെ ബോൾഡായ കുട്ടി ഇങ്ങനെ കരയാൻ പാടില്ല കേട്ടോ. മാഷേ, ഇപ്പൊ എന്റെ മുത്തശ്ശി എന്റെ കൂടെ ഇല്ല. മുത്തശ്ശി എവിടെ പോയി? ആവോ, എനിക്കറിയില്ല. അപ്പോ അമ്മയച്ഛനൊന്നും പറഞ്ഞു? അമ്മയുടെ വീട്ടിൽ പോയതാന്നാ അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. കുറച്ചു ദിവസം കഴിഞ്ഞാൽ വരില്ലേ? എനിക്കറിയില്ല മാഷേ. ഞാൻ കണ്ടിരുന്നല്ലോ. അവള് ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. സിന്ധു, നീ വേഗം പോയി അനുമോളെ ഒന്ന് കൂട്ടിട്ട് വന്നു. ഇവിടെ എല്ലാവരും കാത്തിരിക്കുകയാണ്. വേണു, അമ്മയെ കണ്ടില്ലല്ലോ. അത് പിന്നെ ഇന്നലെ പെങ്ങളുടെ വീട്ടിൽ പോയി. ഓ, ഇതാ നിങ്ങളുടെ കൂട്ടുകാരി എത്തിയല്ലോ. എന്നാ പിന്നെ കേക്ക് കട്ട് ചെയ്യാം. ഡാഡി, മുത്തശ്ശി എന്താ വരാത്തെ? ഓ അതാണോ ഇത്ര വലിയ കാര്യം? അമ്മായിയുടെ വീട്ടിൽ പോയതല്ലേ. അനുമോൾ കേക്ക് കട്ടിയേ. മോളെ
മോളെ മോളെ എവിടെ നീ? അനു അനു മോളെ. സി ഐ അകത്തുണ്ടോ? ഉണ്ട്. എന്താ കാര്യം? ഒരു മിസ്സിംഗ് കേസാണ് സാർ. നമസ്കാരം. നമസ്കാരം. ഇരിക്കൂ. ഇവരുടെ കുട്ടി മിസ്സിംഗ് ആണ് സാർ. എപ്പോഴാണ് സംഭവിച്ചത്? ഒന്ന് വിശദമായി പറയൂ. ഇന്നലെ രാത്രി വീട്ടിൽ കിടന്നുറങ്ങുകയാണ് സാർ. നേരം വെളുത്തപ്പോൾ അവളെ കാണാനില്ല. കുട്ടിക്ക് എന്തെങ്കിലും പ്രണയബന്ധം വല്ലതും ഉണ്ടായിരുന്നോ? 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയല്ല സാർ. നിങ്ങൾ? ഞാൻ ആ കുട്ടി പഠിക്കുന്ന സ്കൂളിലെ PTA പ്രസിഡന്റാണ്. നിങ്ങൾക്ക് വല്ല ശത്രുക്കളോ മറ്റോ ഉണ്ടോ? സാറേ, സ്കൂൾ പരിസരത്ത് കുട്ടികളെ വഴിതെറ്റിക്കുന്ന രീതിയിലുള്ള രണ്ടുപേരുമായി പലപ്പോഴും പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ഞങ്ങൾക്ക് അവരെ സംശയമുണ്ട് സാർ. ഇന്നലെ അവളുടെ ബർത്ത്ഡേ, അതിൻ്റെ ഫംഗ്ഷനെല്ലാം കഴിഞ്ഞ് കിടക്കാൻ വൈകിയിരുന്നു. നമുക്ക് അന്വേഷിക്കാം. നിങ്ങൾ സമാധാനിക്കൂ. കൂട്ടുകാരികളുടെ വീട്ടിലോ മറ്റോ പോയതായിരിക്കും. നിങ്ങൾ സംഭവത്തെക്കുറിച്ച് വിശദമായ ഒരു പരാതി എഴുതി കൊടുക്കൂ. ഞാൻ വേണ്ട ചെയ്യാം. ഈ ഫോട്ടോയിൽ കാണുന്ന കുട്ടിയെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? താനൊന്ന് നോക്കി നോക്കൂ. ഈ കുട്ടി ഹലോ സാർ, ഈ കുട്ടിയെ ഞാൻ കണ്ടു. ഹോട്ടലിന്റെ അവിടെ നിന്നും ഓട്ടോയിൽ കയറി 2 പേരുടെ കൂടെ പോകുന്നത് ഞാൻ കണ്ടു. സർ, ആ മിസ്സായ കുട്ടി ഒരു ഓട്ടോറിക്ഷയിൽ കയറി പോകുന്നതായിട്ട് ഒരു ഓട്ടോ ഡ്രൈവർ പറഞ്ഞ് വിവരം കിട്ടിയിട്ടുണ്ട്. അതെ, ആ ഓട്ടോറിക്ഷയുടെ നമ്പർ ട്രേസ് ചെയ്തിട്ട് അവൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എടുക്കുക. എവിടെയാണ്, എന്താണ്, എപ്പോഴാണ്, ആരാണ് അതിൽ ട്രിപ്പ് പോയത് എന്നുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് എനിക്ക് വളരെ പെട്ടെന്ന് വിവരം കിട്ടണം. ഓക്കെ? ഓക്കെ സാർ. അതെ, അവിടുത്തെ CCTV ഒന്ന് ചെക്ക് ചെയ്യണം. ഈ ടൗണിൽ 3-4 ഭാഗത്തും എല്ലാ ഭാഗത്തും ആ സ്റ്റേറ്റ് ബാങ്കിന്റെ അവിടെയും ഒക്കെ CCTV ഉണ്ട്. അതൊന്ന് റീവൈൻഡ് ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. വണ്ടി നമ്പറും ട്രേസ് ചെയ്യാൻ നോക്കുക. നിങ്ങളുടെ അയൽവാസി വേണുവിന്റെ മകൾ മിസ്സായ കാര്യം നിങ്ങൾ അറിഞ്ഞില്ലേ? അതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ വന്നത്. നിങ്ങൾ അവസാനമായിട്ട് ആ കുട്ടിയെ എന്നാണ് കണ്ടത്? പിറന്നാളിന്റെ അന്ന് അല്ലേ തങ്കം? അതെ അല്ലേ? അതന്നെ. ഞങ്ങൾക്ക് വേറൊന്നറിയില്ല. എന്നാ ശരി. പിന്നെ സാറേ, 2-3 ദിവസമായിട്ട് 2 ചെറുപ്പക്കാര് ബൈക്കിൽ ഇങ്ങനെ ഈ ഭാഗത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റി കറങ്ങുന്നുണ്ട്. അവരെ കണ്ടിട്ട് എന്തൊരു വശക്കേടുണ്ട്. ശരി, ഞാൻ അന്വേഷിക്കാം. വേണു, മോളെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? എന്തെങ്കിലും ഒന്ന് പറ വേണു, എന്റെ മോളെ. ബൈപ്പാസിൽ വെച്ച് കണ്ടു. ഒരു ഓട്ടോക്കാരൻ പറഞ്ഞു. എന്നിട്ട് അവൾ എവിടേക്കാ പോയത്? പറ വേണു, ഒന്ന് പറ. വിവരങ്ങളൊന്നും കിട്ടിയില്ല. പോലീസ് എല്ലായിടത്തും അന്വേഷിക്കുന്നു. എന്റെ മോളെ. എന്താ പറ്റിയേ? ഒന്നുമില്ല, നീ കാണുന്നു. മോളെ എന്തിനാ വന്നേ? മുത്തശ്ശി ഇങ്ങോട്ടേക്ക് വന്നേ. സർ, മോളെ കിട്ടി. എന്റെ അമ്മയുടെ കൂടെ ഉണ്ടായിരുന്നു. ഇവിടെ
ഇന്ത്യൻ ഫ്ലാറ്റിനടുത്തുള്ള ഇവിടെ ഗസ്റ്റ് ഹോമിലുണ്ട് സർ. ഓക്കെ ഓക്കെ, ഞാനിപ്പോ വരാം. ആയിക്കോട്ടെ സർ. കുട്ടി എവിടെ? കുട്ടി അകത്തുണ്ട് സാർ, ഞാൻ വിളിക്കാം. മോൾ എങ്ങനെ ഇവിടെ എത്തിയത്? അത് ഞാൻ പറയാം. വേണു, നിങ്ങളുടെ മകളെ കാണാതായപ്പോൾ നിങ്ങൾ എത്രമാത്രം വേദനിച്ചു. അപ്പോൾ ഈ അമ്മ എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടാവും. അത് നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്താൻ അനു പറഞ്ഞു തന്ന ബുദ്ധിയാണിത്. ഞാൻ അവൾക്ക് കൂട്ടുവന്നു. മോളെ, അമ്മേ, മോനെ, മക്കൾ എന്ത് തെറ്റ് ചെയ്താലും അമ്മമാർക്ക് പൊറുക്കാനേ കഴിയും. വീണു, ഇങ്ങനൊരു മോളെ കിട്ടിയത് നിങ്ങൾ ഭാഗ്യം ചെയ്ത അച്ഛനും അമ്മയാണ്. കുട്ടിയെയും അമ്മയും കൂട്ടി നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോളൂ. ഇല്ല, ഞാൻ എങ്ങോട്ടേക്കും വരുന്നില്ല. ഡാഡിയും മമ്മി വീട്ടിൽ എപ്പോഴും വഴക്കാ. മോളെ, ഇല്ല മോളെ, ഇനി ഒരിക്കലും ഡാഡിയും മമ്മിയും വഴക്കടിക്കില്ല. രക്ഷിതാക്കൾ തമ്മിൽ കലഹിക്കുമ്പോൾ ഓരോ പിഞ്ചു മനസ്സും എന്തുമാത്രം വേദനിക്കുന്നുണ്ടെന്ന് അറിയുമോ? വേണു, സ്നേഹിക്കുക. സ്നേഹത്തിന് മാത്രമേ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കൂ.